ഇതുകൊണ്ട് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മുടെ പണ്ടത്തെ തോമരയ്ക്ക എന്ന് പറയും. കണ്ടോ, തോമരയ്ക്ക. ഇത് ഉണങ്ങി വെച്ചിരുന്ന തോമരയ്ക്ക കേട്ടോ, ഉണക്ക തോമരയ്ക്കാണ്. ഇന്നലെ നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണക്ക കപ്പ തോമരയ്ക്കയും കൂടെയാണ് ഇന്ന് വേവിക്കാൻ പോകുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചു. കപ്പ വെന്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തോമരയ്ക്ക വേറെ നമുക്ക് വേവിക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് ഇടുന്നത്. ഇത് പണ്ട് കാലത്തുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇപ്പോൾ ഈ തോമരയ്ക്കയൊക്കെ ചില വീടുകളിലൊക്കെ ഹൈ റേഞ്ചിലുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലില്ല, ഹൈ റേഞ്ചിലൊക്കെ ഉണ്ട് ഇത്. അപ്പം ഞങ്ങൾ ഹൈ റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഇത്. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഇത് ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് കൃഷിയൊന്നും ആളുകൾ ചെയ്യണില്ല. പക്ഷേ നമ്മൾ ഈ കടലയൊക്കെ കറി വെക്കും പോലെ തന്നെയാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. നല്ല കേട്ടോ. പിന്നെ നമുക്കിത് വേവിച്ചിട്ട് വരാം. ഉണക്കക്കപ്പയാണ് ഉണക്കക്കപ്പ നമ്മളിത് വേവിച്ചു. നമുക്ക് തോമരയ്ക്കയാണ് ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. തോമരയ്ക്കയും കപ്പയും തോമരയ്ക്ക വേവിച്ച് നമ്മളിപ്പം കപ്പയ്ക്കകത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. നമുക്കിതൊന്ന് അരപ്പൊന്ന് റെഡിയാക്കി വരാം. ആദ്യം ഈ മുളക് ഉള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പ് കടി പോയി. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇളക്കുമ്പോൾ. ഇളക്കി കൊടുക്കാതെ ഉപ്പിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാനുണ്ട് കേട്ടോ. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കക്കപ്പയാണ് കുഴച്ചത്. പച്ചക്കപ്പയിൽ ഇട്ട് വേവിക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഫോട്ടോയിൽ ഇങ്ങനെ കളറ് കുറവാന്നുള്ളൂ, പക്ഷേ ഇതിന് നല്ല ആവശ്യത്തിന് മഞ്ഞ കളറുണ്ട്. നമുക്ക് ഇതിനിപ്പം അച്ചാർ മാങ്ങാച്ചാറാണ് നമ്മളിതിന് കൂട്ടുന്നത്. ഇത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാങ്ങാച്ചാറാണ്. മീനിറച്ചിയില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് തീരെ കുറവാണ്. നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.